എമ്പുരാൻ ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. സിനിമയ്ക്കെതിരെ പ്രതിഷേധമുയർന്ന പശ്ചാത്തലത്തിൽ എമ്പുരാനിലെ 17ലധികം രംഗങ്ങൾ കഴിഞ്ഞ ദിവസം ഒഴിവാക്കുകയാണെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. റീ എഡിറ്റ് ചെയ്ത പതിപ്പ് അടുത്ത വ്യാഴാഴ്ച മുതലാണ് തിയേറ്ററുകളിൽ എത്തുന്നത്. റീ എഡിറ്റിന് മുമ്പ് കാണാനാണോ ഇത്ര തിരക്ക് എന്നാണ് ഇപ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ നോക്കുന്നത്. അമ്പരപ്പിച്ച് എമ്പുരാൻ ഇപ്പോൾ നിൽക്കുകയാണ്. ഓരോ മണിക്കൂറിലും കുതിച്ച് ടിക്കറ്റ് വിൽപ്പന കുതിക്കുന്നതാണ് കാണുന്നത്. ബുക്ക് മൈ ഷോ ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ സിനിമയുടെ ബുക്കിംഗ് വലിയ തോതിൽ വർദ്ധിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരം സിനിമയുടെ ബുക്കിംഗ് 1 മണിക്കൂറിൽ 14K എന്ന നിരക്കിലായിരുന്നുവെങ്കിൽ ഇപ്പോൾ മണിക്കൂറിൽ 28K എന്ന നിരക്കിലേക്ക് കുതിച്ചുയർന്നിരിക്കുകയാണ്. ചിത്രം ഇപ്പോൾ ബുക്ക് മൈ ഷോയിൽ ട്രെൻഡിംഗ് ആയി തുടരുകയാണ്. കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു എമ്പുരാൻ തിയേറ്ററുകളിൽ എത്തിയത്. ചിത്രം പുറത്തെത്തിയതിന് പിന്നാലെ വിവാദവും പൊട്ടിപ്പുറപ്പെട്ടു. ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട ചിത്രത്തിലെ ചില പരാമർശങ്ങൾ ചൂണ്ടിക്കാട്ടി എമ്പുരാനെതിരെ ബഹിഷ്കരണ ആഹ്വാനവുമായി സംഘപരിവാർ രംഗത്തെത്തി. വിവാദങ്ങൾക്കിടെ ബുക്ക് ചെയ്ത ടിക്കറ്റുകൾ വരെ ചിലർ ക്യാൻസൽ ചെയ്യുന്നതും കണ്ടു. എന്നാൽ ചിത്രത്തിനെതിരായ വിമർശനങ്ങൾ ഏറ്റെടുക്കാൻ BJP തയ്യാറായില്ല. സിനിമയെ കാണണമെന്നായിരുന്നു BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരും സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശും വ്യക്തമാക്കിയത്. മുതിർന്ന നേതാക്കൾ നിലപാട് വ്യക്തമാക്കുമ്പോഴും ചിത്രത്തിനെതിരെ സംഘപരിവാർ വിമർശനം തുടരുകയാണ്. ചിത്രത്തിനെതിരെ RSS മുഖപത്രമായ ഓർഗനൈസറും രംഗത്തെത്തി. എമ്പുരാനിലുള്ളത് ഹിന്ദുവിരുദ്ധ അജണ്ടയെന്നാണ് ഓർഗനൈസറിലെ ലേഖനത്തിൽ പറയുന്നത്. 2002 കലാപത്തിൽ ഹിന്ദുക്കളെ വില്ലന്മാരായി ചിത്രീകരിക്കുന്നതിലൂടെ പൃഥ്വിരാജ് നടപ്പിലാക്കിയത് രാഷ്ട്രീയ അജണ്ടയാണെന്നാണ് പറയുന്നത്. മോഹൻലാലിന്റെ വേഷം ആരാധകരെ ചതിക്കുന്നതാണെന്നും ഓർഗനൈസർ ലേഖനത്തിൽ അഭിപ്രായമുണ്ട്. എന്നാൽ ഈ ലേഖനത്തിനെതിരെയും വലിയ വിമർശനം ഇപ്പോൾ ഉയരുകയാണ്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.